ഞാൻ ഞാൻ ജോലിക്ക് പോകുന്നു. പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും കലിപ്പും കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ 3 നേരം ഇവിടെ അടുപ്പത്ത് അരി വേവോ നിങ്ങൾ വിചാരിച്ചു? ഷോളോ? എന്തിന്? നിങ്ങൾ കണ്ട പെൺപിള്ളേരുടെ മുഴുവൻ നെഞ്ചു നോക്കി നടക്കുക വെച്ചിട്ട് നാളെ ആൺപിള്ളേരെ മുഴുവൻ അങ്ങനെയാന്ന് വിചാരിച്ചു? പിന്നെ ഞാൻ പോയി വരുമ്പോഴത്തേക്കും ഈ സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്, അത് മൊത്തം കഴുകി വെച്ചോണം. ഈ വീടെല്ലാം അടിച്ച് വാരി തുടച്ചിട്ടുണ്ട്. പിന്നെ ആ വാഷിംഗ് മെഷീൻ അടക്കാനിട്ടുള്ള ചട്ടി അടക്കം കഴുകിയെടുത്തിട്ടോണം. നിങ്ങളുടെ ചട്ടി കഴുകാനും നിങ്ങളുടെ അമ്മയ്ക്ക് കുഴമ്പിട്ട് തിരുമ്മി കൊടുക്കാനും ഈ വീട്ടിലെ പണി ചെയ്യാനല്ല ഞാൻ എംകോം വരെ പഠിച്ചത്. എപ്പോഴെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ ശരിയാകത്തില്ല. പിന്നെ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങോട്ടാന്ന് വെച്ചറിയില്ല. ഈ വീടിന്റെ റെന്റ് എന്നാലിപ്പോ മാസം മാസം അടയ്ക്കുന്നത് ഞാനാ. മിണ്ടാത്ത ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാന്നാണെങ്കിൽ 3 നേരം ഭക്ഷണം ഞാൻ തരും, അതും കഴിച്ച് വല്ലോടത്തും ജീവിക്കാം. പിന്നെ ഡിഗ്രിക്ക് എത്രയാ, 12 പേപ്പറോ 13 പേപ്പറോ എത്രയും പോയത്. നാളെ തന്നെ പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് എഴുതിയെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളും. എഴുതിയെടുത്ത നിങ്ങൾക്കോളും, അല്ലെങ്കിൽ ഞാൻ എന്റെ പണി നോക്കിപ്പോ. എനിക്ക് നിങ്ങളോട് തന്നെ ജീവിക്കണമെന്ന് ഒരാഗ്രഹമില്ല. നിങ്ങൾ മുന്നേ എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പെൺപിള്ളേർ ക്യൂ നിൽക്കുന്നു. എനിക്ക് വേണ്ടി പയ്യന്മാരെ ക്യൂ നിൽക്കുമോ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിനി ജീവിക്കാൻ ഒരു തന്നെ ഔദാര്യം ആവശ്യമില്ല. ഒരു ആൺതുണ വേണമെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോ അങ്ങനെ തന്നെയാണോ ജീവിക്കുന്നത്? ശരി.